മുസ്ലിം സമൂഹം എവിടെ ജീവിക്കുകയാണെങ്കിലും അവരൊരു മഹലിൻ്റെ കീഴിലായിരിക്കും. അവരുടെ ആരാധനകൾക്കും വിവാഹങ്ങൾക്കും നേതൃത്വം വഹിക്കുന്നതിന് അവർക്കൊരു വലിയ പണ്ഡിതനുണ്ടായിരിക്കും, ഖതീബ് എന്ന പേരിൽ. മതപരമായ വിദ്യാഭ്യാസത്തിന് മദ്രസകളും അധ്യാപകരും ഉണ്ടായിരിക്കും. മതപരമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരു മനുഷ്യൻ ഇടപഴകേണ്ട മര്യാദകളും, ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയോട് കാണിക്കേണ്ട റെസ്പെക്റ്റ്, ഭാര്യ ഭർത്താവിനോട് കാണിക്കേണ്ട റെസ്പെക്റ്റ്, പരസ്പരമുള്ള സ്നേഹബന്ധങ്ങൾ, അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ ആദരവോടെ മരണം വരെ സംരക്ഷിക്കേണ്ടതായ ഉത്തരവാദിത്വം, ഏതു രാഷ്ട്രത്തിലാണെങ്കിലും ആ രാഷ്ട്രത്തിലെ നിയമങ്ങൾ പാലിക്കേണ്ട ഉത്തരവാദിത്വം, ഇങ്ങനെ ഒരു മനുഷ്യന് വേണ്ട സകല ഗുണങ്ങളും ആണ് അവനെ പഠിപ്പിച്ചെടുക്കുന്നത്. അതങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് സ്കൂൾ ജീവിതം 8ലോ 9ലോ എത്തുന്നതോടുകൂടെ ഈ മതപരമായി മനുഷ്യത്വം എന്ന ആ മൂല്യം വളർത്തിയെടുക്കുന്ന മതപരമായ വിദ്യാഭ്യാസം പാതി വഴിയിൽ ഒഴിവാക്കി സ്ത്രീ പുരുഷന്മാർ ഇടകലർന്ന് പഠിക്കുന്ന വിദ്യാലയങ്ങളിലേക്ക്, ആധുനിക വിദ്യാഭ്യാസത്തിലേക്ക് അവർ യാത്രയാവും. പിന്നീട് പേര് മാത്രമേ അവരെ കയ്യിൽ മുസ്ലിമായിട്ടുണ്ടാവൂ, ബാക്കിയെല്ലാം പാതി വഴിയിൽ ഒഴിവാക്കും. എന്നാൽ ആധുനിക വിദ്യാഭ്യാസം ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണെന്ന് പറയുമ്പോഴും അതുകൊണ്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് നഷ്ടങ്ങൾ, പലതരത്തിലുള്ള ആത്മീയമായ നഷ്ടം, ജീവിതപരമായ നഷ്ടം, മാതാപിതാക്കൾക്ക് വരുത്തിവെക്കുന്ന അനർത്ഥങ്ങൾ, സ്വയം ജീവിതം നശിക്കുന്ന വിധത്തിലുള്ള ഡ്രഗ്സ്, മയക്കുമരുന്ന്, ഇവയെല്ലാം തന്നെ ഈ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ പഠിക്കുന്ന ഒരു സിലബസായി ഇന്ന് മാറിയിരിക്കുകയാണ്. അപ്പോൾ മതപരമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നതാണെങ്കിൽ, ആധുനികപരമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കയറൂരി വിട്ട് മനുഷ്യന് ഏത് നിലയിലും എങ്ങനെയും ഏത് തോന്നിയാസവും ചെയ്യാൻ പറ്റാവുന്ന വിധത്തിലുള്ളൊരു വിദ്യാഭ്യാസമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നതുകൊണ്ട് പറയുകയാണ്, മുസ്ലിം സഹോദരന്മാർ പ്രായപൂർത്തിയായി കല്യാണം അന്വേഷിച്ച് തുടങ്ങുമ്പോൾ അവരെ നേരെത്തിക്കേണ്ടത് സത്യത്തിൽ മഹലിൻ്റെ അണ്ടറിലുള്ള ഒരു പണ്ഡിതൻ്റെ അടുത്താണ്. എന്നിട്ട് അവർക്ക് ദാമ്പത്യത്തെക്കുറിച്ചും ഭാര്യയെ സെലക്ട് ചെയ്യുന്നതിനെക്കുറിച്ചും, ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചാൽ പിന്നെ അവരോട് പെരുമാറുന്നതിനെക്കുറിച്ചും വേണ്ട രീതിയിൽ ക്ലാസ് എടുത്ത് കൊടുത്തില്ലെങ്കിൽ, ഇതുപോലെ നിറം ഇല്ല, കറുപ്പാണ്, ആദ്യം നീ വെളുപ്പായിരുന്നു, ഇനി വെയിൽ കൊള്ളരുത് എന്നൊക്കെ പറഞ്ഞ് അവരെ സ്ട്രെയിൻ ചെയ്ത് ജീവിതത്തിൽ നല്ല സുഖലോൽപമായ മാതാപിതാക്കളുടെ സ്നേഹം കിട്ടിപ്പോകുന്ന മക്കളെ കല്യാണം കഴിച്ച് കെട്ടിക്കൊണ്ടുപോയി വായിൽ തോന്നിയതെല്ലാം പ്രവർത്തിച്ചും പറഞ്ഞും ചിലപ്പോൾ ആത്മഹത്യ നടക്കും. ഇത് തുടർക്കാതെ ആവാതിരിക്കാൻ മഹൽ ശ്രദ്ധിക്കണം.